ಎಲ್ಲಿ ಹೋಗ್ತದೆ ನೀನು ಮಿಚ್ಚು? ನಾವು ಹೋಗ್ತಾನೆ ಇಲ್ಲಿ ಹಾಸ್ಪಿಟಲ್. ಇದು ಕನ್ನಡ ವರ್ಷ ಪರೇ ಮಾಡ್ತೀನಲ್ಲ. ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മനസ്സിലായല്ലോ, ആദ്യത്തെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളിന്ന് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് എന്തിന് പോകാമെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പോയിൻമെൻറ്റ് 12 o'clock-നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഹോസ്പിറ്റലിലോട്ട്. ഞാൻ മൈസൂർ പാക്ക്. എനിക്ക് ഭക്ഷണം ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. നമുക്ക് തീരെ കുറവ്. കഴിക്കണേ ഇല്ല. 3 ദിവസം 2 ദിവസം ബാക്കിയുണ്ടാകും. കൊണ്ടുപോകുന്നുണ്ട്, അത് വിടുത്തതല്ലേ. കഴിക്കടാ മോനെ, കഴിക്കടാ, കഴിക്കൂ. എന്തുണ്ട്, നല്ല രസമുണ്ടോ? എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ വയ്യ. സ്വർഗത്തേക്ക് പോവില്ല, അത് വേറെ കാര്യം. എന്നോടല്ല, നീ ആ പെണ്ണിനെ നോക്കിയല്ലേ? ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്നോട് പിന്നെ മൈൻഡിലുണ്ടത്. ഇത് മിച്ചും മാപ്പും. എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും. നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കപ്പിൾസ് ആട്ടോ. ചെറുതായിട്ടൊന്ന് വായി നോക്കിയിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് അടിപിടിയാണ്. അങ്ങനല്ല, ഇത് സൗണ്ട് കേൾക്കുന്നില്ല തിരിയുമ്പോ. പക്ഷെ അത് കുതിര പോലെ ഉണ്ടടാ. ബൈക്കിലോ നിങ്ങളെ ഞാൻ ഫുൾ റെക്കോർഡ് കിട്ടി. 2 പേരും സെയിം ക്യാരക്ടറാണ്, സെയിം വൈബാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ് ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ. വെറുതെ ചിരിപ്പിച്ച് കൊല്ലും. പിന്നെ അമ്മക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളെ ഗൂഗിൾ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വൈഫിനെ ഫ്രണ്ടിലെടുത്തിട്ട് വായി നോക്കുന്ന ഹസ്ബൻഡിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹായ്, എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് പെണ്ണുങ്ങളെ വളക്കാൻ. ഫോർച്യൂൺ ദുബൈയിലാ. എന്താ പിന്നെ ലോഡ്ജ് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു? ലോഡ്ജ് അല്ല, അത് ഫോർച്യൂൺ.
सीधा सी मारो. Make a U-turn, then turn left at Avery Junction. പെട്ടെന്നാണ് നമ്മൾ അത് ഓർത്തത്. നമ്മൾ ഇതുവരെയും പെട്രോൾ ഒഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പെട്രോൾ പമ്പിൽ നിർത്തി പെട്രോൾ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്നെ പെട്രോളിൻ്റെ നല്ല മണം അത് എന്നെ വല്ലാതെ മത്തി പിടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ പെട്രോളൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. 400 meters, sharp right onto Lighthouse Hill Road. അപ്പൻ്റെ കുരുത്തക്കേട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മിച്ചു ആപ്പിനോട് പറഞ്ഞു കുറച്ച് സമയം ആ വായൊന്ന് അടച്ചു വെക്കുന്നു. പിന്നെ ഫുൾ ആംഗ്യം കാണിച്ചുള്ള സംസാരമായിരുന്നു. പിന്നെതാ നമ്മൾ അന്വേഷിച്ചിരുന്ന ഹോസ്പിറ്റൽ എത്തിയിട്ടോ, KMC ഹോസ്പിറ്റൽ. ഇത് മാംഗ്ലൂരിലെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ്, ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മോന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൻഡിക്സിൻ്റെ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം കുറേ ദിവസമായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പസ് വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ക്ലീൻ ചെയ്യേണ്ടി വരും, ചെറുതായിട്ടൊന്ന് അവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വട്ടം ആ ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് കൊളായത് കൊണ്ട് തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ബെറ്ററായിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ. അതാണ് നമ്മൾ KMC അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, പോയി ചോദിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോനെ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ പസ് എടുത്തിട്ട് കൾച്ചർ ടെസ്റ്റിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഏത് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലാണ് അത് മാറുക. എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് മാറില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ മോളിൽ പോകാമെന്ന് വിചാരിച്ചു, ഫോറം മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സിസ്റ്റർ സ്റ്റുഡിയോയിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മോളിൽ കയറി.
അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. മോളിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് ആപ്പ് പറഞ്ഞത് നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. എന്നിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നു. ആദ്യം അവിടെ ചെന്നപ്പോൾ ആ ചോറും എന്തൊക്കെയോ അച്ചാറും ഒരു എന്തോ ഒരു കറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ തൊട്ട് പോലും നോക്കില്ല. പിന്നെ ഇവന്മാരൊക്കെ വന്നപ്പോഴാണ് മക്കളെ നമ്മുടെ ആ ഒരു കഥ മാറിയത്. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല. ഫിഷ് ആ മസാല ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ മസാലയും ആ ഒരു ഫിഷും കൂട്ടിയിട്ടാണ് ഫുള്ള് ചോറ് കഴിച്ചേക്കണം. വേറെ ഒരു കറി ഞാൻ തൊട്ടിട്ടില്ല, ഒരു രക്ഷയില്ല. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മേ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ കുഞ്ഞു പീസൊക്കെ എടുത്ത മസാലയൊക്കെ ചോറിൽ അങ്ങനെ ഇട്ട് കുഴച്ച് നല്ലൊരു പിടിത്തങ്ങോട്ട് പിടിച്ചു. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ. പിന്നെ അങ്ങോട്ട് വേറൊരു മീനും കൊണ്ട് ചേച്ചി വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മീനുകളെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് ആകെ കൂടി മത്തിയും മയിലൊക്കെ അറിയുള്ളൂ. പിന്നെ ഇവന്മാരൊക്കെ ആരാന്നറിയത്തില്ല, എന്നാലും ടേസ്റ്റ് കൊള്ളാം, അടിപൊളിയാണ്. അങ്ങനെ മിച്ചു എല്ലാവരെയും കൊതിപ്പിച്ച് ചെറിയൊരു പീസൊക്കെ എടുത്ത് കതിക്കുകയാണ് മക്കളെ. ഇത് കഴിച്ച് കഴിയുമ്പോൾ മിച്ചു എന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങോ ഇല്ലെന്നൊക്കെ നമുക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പോയ ആ ഒരു കിഡിൽ സ്പോട്ട് എവിടെയാണെന്നറിയോ? മിലിറ്ററി സ്റ്റൈൽ ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റ്, അമ്മച്ചി എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പേര്. അപ്പോൾ നിങ്ങളും വന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാനാണെങ്കിൽ ആകെ ടയേർഡായി, കുറേ വലിച്ചു വാരി കഴിച്ചു. ഫിഷും മസാലയും മാത്രം കൂട്ടിയിട്ട് അങ്ങനെ ആകെ ടയേർഡായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. പിന്നെ ഒരു വ്ളോഗ് എടുക്കാനുള്ള മൂഡൊക്കെ പോയി, കാരണം എനിക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. അങ്ങനെ കാത്തൂടെയൊക്കെ പാട്ട് പാടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.